വാർത്തകൾ തുടരുകയാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം. വൻ പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ശേഷം മാങ്കൂട്ടത്തിനെ തിരിച്ച് AR ക്യാമ്പിൽ എത്തിച്ചു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പൊക്കെ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ, പ്രധാനമായും ഈ മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തെളിവെടുപ്പ് നടത്തിയത്. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഈ പരാതിക്കാരി ഉന്നയിച്ച ഈ ഹോട്ടലിൽ എത്തിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തതെന്നാണ് അതിജീവിത പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്ലബ് 7 ഹോട്ടലിൽ എത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സംഘർഷ സാധ്യതകളടക്കം തന്നെ കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘർഷ സാഹചര്യങ്ങൾ അടക്കം കണക്കിലെടുത്തുകൊണ്ട് രാവിലെ 5:30 തന്നെ പുലർച്ചെ തന്നെ AR ക്യാമ്പിൽ നിന്നും ഈ ക്ലബ് 7 ഹോട്ടൽ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് പുറപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 6:30 തന്നെ ക്ലബ് 7 ഹോട്ടലിൽ എത്തുകയും 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയിൽ തന്നെ പോലീസ് സന്നാഹത്തോടെ തന്നെയായിരുന്നു ഈ തെളിവെടുപ്പ് അടക്കം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പ്രതിഷേധങ്ങൾക്കടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ക്ലബ് 7 ഹോട്ടലിൽ എത്തി പരിശോധന പൂർത്തിയാക്കിയ സമയം തന്നെ ഈ പ്രധാനപ്പെട്ട തെളിവുകളടക്കം തന്നെ കണ്ടെത്തിയെന്നാണ് SIT വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ ക്ലബ് 7 ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതൊരു ഷോപ്പിംഗ് മാളിനെ പോലെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധാരണയായി ഒരാൾ ഈ ഹോട്ടലിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഹോട്ടലാണോ അല്ലെങ്കിൽ റൂമിലേക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വരികയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ ഒരു മാള് പോലെയാണ് ഈ ക്ലബ് 7 ഹോട്ടലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോട്ടൽ മുറിയിലെ 408 നമ്പർ റൂം, ഈ റൂമിൽ വെച്ചാണ് അതിജീവിതയെ ബലാത്സംഗം ചെയ്തതെന്നാണ് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹോട്ടൽ മുറിയും ഈ റൂമും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് SIT വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ 2024 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. 2024 ഏപ്രിൽ 8 താൻ ഈ യുവതിയുമായി വന്നിരുന്നു. ഏകദേശം 1:45 കൂടി തന്നെ ഈ യുവതിയുമായി സംസാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 മണിക്കൂറോളം ഈ റൂമിൽ ഇരുന്ന് സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ അന്വേഷണ സംഘം രാഹുലിനോട് ചോദ്യം ചോദിക്കുന്നു. യുവതി പറഞ്ഞ അല്ലെങ്കിൽ യുവതി നൽകിയ പരാതി എന്ന് പറയുന്നത് ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നൊരു പരാതിയാണ് യുവതി നൽകിയിട്ടുണ്ടായിരുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിക്കുമ്പോൾ ഒരു ചിരി മാത്രമാണ് രാഹുൽ നൽകിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഈ മാധ്യമങ്ങളടക്കം തന്നെ എന്തെങ്കിലും പറയാനുണ്ടോ, രാഹുലിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ മൗനം മാത്രമാണ് രാഹുലിൻ്റെ മറുപടി ആയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ AR ക്യാമ്പിൽ നിന്നും ക്ലബ് 7 ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ പോലും രാഹുലിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നു. അതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി രാഹുൽ നൽകുന്നില്ല. ഒരു ചിരി മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് SITക്ക് മുൻപിലുള്ള പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് 3 ദിവസത്തെ SITക്ക് ഈ SITയുടെ കസ്റ്റഡിയിൽ രാഹുലിനെ വിട്ടിട്ടുണ്ടായിരുന്നത്. നാളെ രാത്രിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ച് ഹാജരാക്കേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസം നിർണായകമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ്. പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് SITക്ക് മുൻപിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഈ ഫോണിൻ്റെ പാസ്വേഡ് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കൈമാറിയിട്ടില്ല. കൂടാതെ തന്നെ ലാപ്ടോപ്പ് ആണെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാൻ തന്നെയാണ് SIT
പാർട്ടിയുടെ തീരുമാനം. അതിൽ പ്രധാനമായും ഈ ഡിജിറ്റൽ തെളിവുകളടക്കം തന്നെ ശേഖരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ അതിജീവിത വ്യക്തമാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ അതിജീവിത നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നഗ്ന വീഡിയോ അടക്കം തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ അടക്കം തന്നെ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതെല്ലാം തന്നെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിന്റെ പാസ്വേഡ് പോലീസിന് നൽകിയിട്ടില്ല. കൂടാതെ തന്നെ ഈ ലാപ്ടോപ്പ് കണ്ടെത്താൻ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ലാപ്ടോപ്പ് അടക്കം അല്ലെങ്കിൽ ഫോണിന്റെ പാസ്വേഡ് തരണമെന്ന് ആവർത്തിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം താൻ തന്റെ അഡ്വക്കേറ്റിനോട് സംസാരിക്കട്ടെ, തന്റെ അഭിഭാഷകനോട് സംസാരിച്ചതിന് ശേഷം ഈ പാസ്വേഡ് അടക്കം തന്നെ തരാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ ലഭിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അതൊരു പരിശോധന നടത്തിയാൽ മാത്രമേ അന്വേഷണ സംഘത്തിന് പുതിയ ഒരു വഴി തെളിയുകയുള്ളൂ. ഈ ഫോൺ അടക്കം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തിരുവല്ലയിലെ ഹോട്ടലിൽ മാത്രമല്ല, പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. വടകരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ, തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് SIT സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ പ്രധാനമായും ഈ യുവതി നൽകിയ മൊഴിയിൽ ഈ പാലക്കാട് ഒരു 3 BHK ഫ്ലാറ്റ് വേണമെന്നൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയ്ക്ക് മുൻപിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ ആ ഒരു ഹോട്ടൽ ഉടമയുമായി, ഈ ഫ്ലാറ്റ് ഉടമയുടെ മൊഴി അടക്കം തന്നെ രേഖപ്പെടുത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. രാവിലെ പുലർച്ചെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു ഈ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ തിരികെ എയർ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെയുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇപ്പോൾ പ്രധാനമായും നടക്കുക. അതിൽ ഏകദേശം 20ഓളം ചോദ്യാവലി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. യുവതിയുടെ പരാതിയിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും, കൂടാതെ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഹോട്ടലിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി അടക്കം തന്നെ കണക്കിലെടുത്ത് പ്രത്യേകമായും ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യാവലി ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിക്കുക എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് രാഹുൽ പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും റൂം അടക്കം തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങൾ പോയിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. ഇനി മറ്റു ചോദ്യങ്ങൾക്കെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ അന്വേഷണവുമായി SIT മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ ഹാജരാക്കിയ സമയമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതൽ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഈ ഒരു കേസ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് ഇത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് 1ാം ബലാത്സംഗ കേസല്ല, 2ാം ബലാത്സംഗ കേസല്ല, 3ാം ബലാത്സംഗ കേസാണ്. മുൻപ് 2 കേസുകൾ ഉണ്ടായിരുന്നു. ഈ 2 കേസിൽ നിന്ന് തന്നെ തലനാരിഴയ്ക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഇത് 3ാം ബലാത്സംഗ കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അതിജീവിത പോലീസിന് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പല തെളിവുകളും അതിജീവിത തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്, SIT സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തെളിവുകളടക്കം തന്നെ മുൻനിർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുന്നത്. ശരി, വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. വലിയ പോലീസ് സുരക്ഷയൊക്കെയാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ശേഷം മാങ്കൂട്ടത്തിനെ തിരികെ AR ക്യാമ്പിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.